വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന നീക്കത്തിൽ അദാനിയുടേത് കരാർ ലംഘനമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഓഹരി വിൽക്കാൻ സെബിക്ക് നൽകിയ കത്ത് കരാറിന് വിരുദ്ധമാണ്. MSCയുമായി ജൂൺ 29 കരാറുണ്ടാക്കി സർക്കാരിനെ അറിയിച്ചത് ജൂലൈ 1 മാത്രമാണ്. കേരള സർക്കാർ അനുവദിച്ചാൽ മാത്രമേ കരാർ പ്രകാരം ഓഹരി വിൽപ്പന സാധ്യമാകൂ. ഓഹരി കൈമാറ്റത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സർക്കാർ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം. BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുൺ, ഇതിനുള്ള പ്രതിഷേധം സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിരുന്നു. ഇപ്പോൾ കരാർ നിയമവിരുദ്ധമെന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രതിസന്ധി ഉടലെടുക്കുകയാണോ? BV അരുൺ. തീർച്ചയായും രഞ്ജിത്ത്, കരാർ ലംഘനം നടന്നുവെന്ന് വ്യക്തമാണ്. അത് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുമ്പോൾ തന്നെ ജൂൺ 29 കരാർ ഒപ്പിട്ടുവെന്ന് സെബി അറിയിച്ചിട്ട് എങ്ങനെയാണ് അത് സർക്കാർ അറിയാതെ പോയത് എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ജൂൺ 29 കരാർ ഒപ്പിട്ടെങ്കിലും അത് സർക്കാരിനെ അറിയിച്ചത് ജൂലൈ 1-നാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഈ വാർത്ത വന്ന വിവാദമായ ശേഷമാണ് സർക്കാരിനെ കരാറിൽ ഒപ്പിട്ട കാര്യം ഔദ്യോഗികമായി പോർട്ട് കമ്പനി, വിഴിഞ്ഞം തുറമുഖ കമ്പനി അറിയിച്ചത്. പക്ഷേ അവിടെ ഒരു കരാർ ലംഘനം അതോടുകൂടി ഉണ്ടായെന്ന് വ്യക്തമാവുകയാണ്. ഓഹരി വിൽക്കാൻ സെബിക്ക് നൽകിയ കത്ത് കരാറിന് വിരുദ്ധമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. MSCയുമായി ജൂൺ 29 കരാറുണ്ടാക്കി ജൂലൈ 1 സർക്കാരിനെ അറിയിച്ചു. സർക്കാർ അനുവദിച്ചാൽ മാത്രമേ ഓഹരി വിൽപ്പന സാധ്യമാകൂ എന്നാണ് ഈ കരാർ രേഖകൾ വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ അനുമതിയില്ലാതെ കരാർ കൈമാറ്റം കഴിയില്ല. ഇതുതന്നെയാണ് കൺസഷൻ കരാറിലെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കമ്പനി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് കരാർ ലംഘനം ഉണ്ടാകുന്നത്. എന്താണ് സർക്കാരിന്റെ തുടർ നടപടി? കരാർ ഒപ്പിട്ടെങ്കിലും ഇതുവരെയും ഓഹരി കൈമാറ്റം ഉണ്ടായിട്ടില്ല. ഓഹരി കൈമാറുന്നതിന് മുമ്പ് തന്നെ തടയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. അതിന് വിഴിഞ്ഞം തുറമുഖ കമ്പനി തയ്യാറായില്ലെങ്കിൽ പക്ഷേ നിയമ നടപടിക്കും സർക്കാർ നിർബന്ധിതമാകും. വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി ഇതിനകം മാറിക്കഴിഞ്ഞു. പ്രതിപക്ഷം ശക്തമായി തന്നെ വിഷയത്തിൽ ഇടപെട്ടു. ഇന്നലെ KC വേണുഗോപാൽ ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമെന്ന് അദാനി കരുതിയോ എന്ന ചോദ്യവുമായി പ്രത്യക്ഷത്തിൽ അദാനിക്കെതിരെയുള്ള ഒരു പ്രസ്താവന തോന്നുമെങ്കിലും സർക്കാരിനെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് അത്തരമൊരു പ്രസ്താവന ഇന്നലെ KC വേണുഗോപാൽ തന്നെ നടത്തി. അതോടുകൂടി കാര്യങ്ങൾ ഒന്നുകൂടി വഷളാവുകയാണ്. അവിടെയാണ് സർക്കാർ അദാനിയുമായി ബന്ധപ്പെട്ട കരാറുമായി മുന്നോട്ട് പോകരുത്, അതായത് ഈ ഓഹരി കൈമാറ്റം മുന്നോട്ട് പോകരുത് ആവശ്യപ്പെട്ടേക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നത്. അതിന് തയ്യാറായില്ലെങ്കിൽ കരാർ ലംഘനം ആരോപിച്ചുകൊണ്ട് ആർബിട്രേഷനെ സമീപിക്കാൻ സർക്കാർ നിർബന്ധിതമായിരിക്കും. അദാനിയുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 25% മുകളിലുള്ള ഓഹരി വിൽപ്പന ഉടമസ്ഥാവകാശ കൈമാറ്റത്തിന്റെ പരിധിയിൽ വരും. വിഴിഞ്ഞം തുറമുഖ കരാർ വ്യവസ്ഥകൾ അതുകൊണ്ട് തന്നെയാണ് MSCക്കും അദാനിക്കും വെല്ലുവിളിയാകുന്നത്. ഓഹരി പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഈ കരാറിലെ 5-ാം അധ്യായത്തിലാണ്. കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു കൈമാറ്റവും നടക്കില്ല എന്ന് കരാറിൽ വ്യക്തമായി തന്നെ പറയുന്നു. ദേശസുരക്ഷയുടെയും പൊതു താൽപര്യത്തിന്റെയും കാര്യമെടുത്ത് അത് കണക്കിലെടുത്ത് സർക്കാരിന് തീരുമാനമെടുക്കാം. ഇങ്ങനെ കരാറുമായി മുന്നോട്ട് പോകാൻ ഓഹരി കൈമാറ്റത്തിന് പോർട്ട് കമ്പനി ആവശ്യപ്പെട്ടാൽ സർക്കാർ തീരുമാനമെടുക്കേണ്ടത് ദേശസുരക്ഷയുടെയും പൊതു താൽപര്യവും രണ്ടും കണക്കിലെടുത്ത് വേണം സർക്കാർ തീരുമാനമെടുക്കേണ്ടത്. അദാനിയുടെ ആവശ്യത്തിന് സർക്കാർ തീരുമാനമെടുക്കുന്നത് കരാർ പ്രകാരം സമയം നിശ്ചയിക്കുന്നത്. സർക്കാരിനത് നിശ്ചിത സമയത്തിനകം അത്തരമൊരു ആവശ്യം തുറമുഖ കമ്പനി മുന്നോട്ട് വച്ചാൽ അതിൽ തീരുമാനമെടുക്കണമെന്നും കരാറിൽ വ്യവസ്ഥയില്ല. ഈ സെബിക്ക് കത്ത് നൽകിയതും കടുത്ത കരാർ ലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇക്കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ സെബിക്ക് കത്ത് നൽകിയത് കരാർ ലംഘനമായി സർക്കാരിന് അനായാസം വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ സർക്കാർ 49% ഓഹരി വിൽക്കുന്നതിന് സർക്കാരിന്റെ അനുമതി വേണം. ഏതായാലും സർക്കാർ ഇതിൽ അനുകൂല നിലപാടെടുക്കുമെന്ന പ്രതീക്ഷ എപ്പോഴും അദാനി പോർട്ടിനുണ്ട്. പക്ഷേ കരാർ ലംഘനം രാഷ്ട്രീയവാദമായി കൂടി മാറിയ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനപ്പുറത്തേക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലെ ശക്തമായ എതിർപ്പ് ഉയർന്ന സാധ്യത VD സതീശന് മറ്റൊരു വെല്ലുവിളിയാവുകയാണ് ഈ വിഴിഞ്ഞം. തീർച്ചയായും BV വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇത് കരാർ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ പ്രതിസന്ധി കൂടി ഉടലെടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ റിസൾട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.